ഒരു നീണ്ട വാരാന്ത്യം കഴിഞ്ഞ് പതിവ് പോലെ എല്ലാവരും രാവിലെ ഡ്യൂട്ടിക്കും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഇനി എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഇനി എപ്പോഴാണ് ഇങ്ങനെ ഒരു ലീവ് കിട്ടുന്നത് എന്ന്. 2025 ഇനി വരുന്ന ലീവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മാസം ജൂൺ 26-ന് ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്. അതുകൊണ്ട് തന്നെ അന്ന് ലീവ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തിരുനബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച ലീവ് ഉണ്ടാകുന്നതാണ്. പിന്നീട് വരുന്നത് നാഷണൽ ഡേയോടനുബന്ധിച്ച് ഡിസംബർ 2, 3 തീയതികൾ പൊതു സ്വകാര്യ മേഖലയിലും അവധി ഉണ്ടായിരിക്കുന്നതാണ്. യുടെ ദേശീയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് പഴകിയ സീറ്റ് കവറുകൾ റീസൈക്കിൾ ചെയ്ത് സ്കൂൾ ബാഗുകളാക്കി മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. 50,000 കിലോയിലധികം സീറ്റുകളാണ് ബാഗുകളാക്കി ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളാക്കി അതിൽ പഠനോപകരണങ്ങൾ നിറച്ചു കൊടുത്തത്. ഷാർജയിൽ ഓൺ ഡിമാൻഡ് ബസ് സർവീസുകൾ ആരംഭിച്ച SRTA. ആദ്യഘട്ടത്തിന്റെ ഭാഗമായാണ് SRTA പദ്ധതി ആരംഭിച്ചത്. റെസിഡൻഷ്യൽ സോണുകളായിട്ടുള്ള മുവേല, കൊമേഴ്ഷ്യൽ ഏരിയ, അൽജാദ, ഷെയ്ഖ് ഖാലിദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി, ബോളിവാഡ് ഇവിടങ്ങളിലാണ് ഓൺ ഡിമാൻഡ് ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ചും ബസ് സർവീസ് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് ഈ ഒരു സർവീസ് വളരെയധികം ഗുണകരമാണ്. ദുബായിൽ 40 ഇടങ്ങളിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് റോഡ് വികസന പദ്ധതി പ്രഖ്യാപിച്ച RTA. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പദ്ധതി സെപ്റ്റംബറോടെ പൂർത്തിയാകും. 22 പ്രധാന റോഡുകൾ, 9 സ്കൂൾ മേഖലകൾ, 5 പ്രധാന വികസന മേഖലകൾ, അൽഖവനീജ് 2, നാദൽ ഷിബ തുടങ്ങിയ നിരവധി ഉൾപ്രദേശങ്ങളിലെ റോഡ് നെറ്റ്വർക്കുകൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുക. വേനൽക്കാലത്തെ ഒഴിവു ദിനങ്ങൾ കൂടി പരിഗണിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് UAEയിൽ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് 2026 ജനുവരി മുതൽ പ്രാബല്യത്തിലാകും. നിശ്ചയദാർഢ്യമുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തൊഴിൽ സ്ഥിരത നിരീക്ഷിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കൂടുതൽ സൗകര്യങ്ങൾ വികസിപ്പിക്കുക കൂടി ലക്ഷ്യമിടുന്നുണ്ട്.